ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 8ാമത്തെ പാഠഭാഗമായിട്ടുള്ള മോഷൻ ഇൻ ഡെയിലി ലൈഫ് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ഇതിൻ്റെ മലയാളം മീഡിയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് മീഡിയമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, മോഷൻ ഇൻ ഡെയിലി ലൈഫ്. മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചലനം അല്ലെ, ഒരു മൂവ്മെൻറ്റിനെയാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡു യു ലൈക്ക് ടു ഗോ ടു പാർക്സ്? നിങ്ങൾക്ക് പാർക്കിലൊക്കെ പോകാൻ ഇഷ്ടമല്ലേ? യു മൈറ്റ് ഹാവ് സീൻ വേരിയസ് റൈഡ്സ് ഇൻ പാർക്സ്. എന്താണ്, പാർക്സിൽ ഒരുപാട് റൈഡ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? ദ പിക്ചർ ഷോസ് ഡിഫറെൻറ്റ് റൈഡ്സ് ഇൻ സച്ച് എ പാർക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാർക്കിലെ കുറച്ച് റൈഡ്സിൻ്റെ പിക്ചറാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. വാട്ട് ഡു യു സീ ഇൻ ദി പിക്ചർ? ഈ പിക്ചറിൽ എന്തൊക്കെയാണ് കാണുന്നത്? ജെയിൻറ്റ് വീല്, ട്രെയിൻ റൈഡ്, ഡാഷിംഗ് കാറ്, മെറിഗോ റൗണ്ട്, ഇത്രയും കാണുന്നുണ്ട് അല്ലേ? ഹാവ് യു ബീൻ ഓൺ എനി ഓഫ് ദീസ് റൈഡ്സ്? നിങ്ങൾ ഇതിൽ ഏതെങ്കിലും റൈഡിൽ കയറിയിട്ടുണ്ടോ? ഡു ദ റൈഡ്സ് ഡിഫർ ഫ്രം അനദർ വൺ? ഒരെണ്ണം മറ്റൊന്നുമായിട്ട് ഡിഫറെൻ്റ് ആണോ, അതല്ല എല്ലാം ഒരേപോലെയാണോ? ഇമാജിൻ ദാറ്റ് യു ആർ ഓൺ റോട്ടിംഗ് ജയൻറ്റ് വീൽ വിത്ത് യുവർ ഫ്രണ്ട്. നിങ്ങളൊന്ന് സങ്കല്പിക്കുക, നിങ്ങൾ എന്താണ് ജയൻറ്റ് വീലിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണെന്ന് സങ്കല്പിക്കുക. വെൻ ദ ജയൻറ്റ് വീൽ റൊട്ടേറ്റ്സ് ഡോണ്ട് യു ഓൾസോ മൂവ് അലോങ് വിത്ത് ഇറ്റ്? അപ്പോൾ ജയൻറ്റ് വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളും അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ? ശരിക്കും റൊട്ടേറ്റ് ചെയ്യുമോ? നമ്മൾ ചെയ്യില്ലല്ലോ, നമ്മൾ ആ ജയൻറ്റ് വീലിൻ്റെ കൂടെ പോകുന്നുള്ളൂ. പക്ഷെ നമ്മൾ ബോഡി വെച്ചിട്ട് നമ്മളവിടെ റൊട്ടേഷൻ നടത്തുന്നില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഡു പീപ്പിൾ ഇൻ ദ ട്രെയിൻ റൈഡ് ഓൾസോ മൂവ് ലൈക്ക് ദീസ്? അതുപോലെ തന്നെ ആ ഒരു ട്രെയിൻ റൈസിലുള്ള ആളുകൾ ഇതേപോലെ മൂവ് ചെയ്യുന്നുണ്ടോ? സോ വാട്ട് അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് ദോസ് ഇൻ ഡാഷിംഗ് കാർസ്? ആ ഡാഷിംഗ് കാറിലുള്ള ആളുകൾ മൂവ് ചെയ്യുന്നുണ്ടോ? അതർ ദാൻ ദീസ് ഡോണ്ട് വി സീ മെനി മൂവ്മെൻറ്റ് അറൗണ്ട് അസ്? അപ്പോൾ ഇതല്ലാതെ ഒരുപാട് മൂവ്മെൻറ്റ് നമുക്ക് ചുറ്റും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. റൈറ്റ് സം അതർ മൂവ്മെൻറ്റ് സീ അറൗണ്ട് യു. നിങ്ങളുടെ ചുറ്റുമുള്ള കുറച്ച് മൂവ്മെൻറ്റാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ബസ് മൂവിങ്, ഒരു ബസ് ഇങ്ങനെ പോവുകയാണ്, അത് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ? പീപ്പിൾ റണ്ണിങ്, ലീവ്സ് റെസ്റ്റ്ലിംഗ്, അതുപോലെ ബേർഡ്സ് ഫ്ലൈയിങ്, ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന നമുക്ക് ചുറ്റുമുള്ള മൂവ്മെൻറ്റ്സ് ആണ്. വൈ ഡു വി സീ ദാറ്റ് ദീസ് ആർ മൂവിങ്? ഇവയെല്ലാം മൂവ് ചെയ്യുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ആ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ആദ്യം കണ്ടതിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളത് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത്. When an object is moving, isn't there a change between its initial position and that after a while? അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് ആദ്യം നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനം മാറുന്നുണ്ട് അല്ലേ? മാറുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ട്. 3 പൊസിഷൻ ഓഫ് എ ഫ്ലൈയിങ് ബേർഡ് ആർ ഷോൺ ഇൻ ദ പിക്ചർ ഗിവൺ ബിലോ. അപ്പോൾ താഴെ ഒരു ബേർഡ് ഫ്ലൈ ചെയ്യുന്ന 3 പൊസിഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഒബ്സർവ് ദ പിക്ചർ. ഹാസ് ഇൻ ദ പൊസിഷൻ ഓഫ് ദ ബേർഡ് ചേഞ്ച് ബേസ്ഡ് ഓൺ ദിസ്? ക്യാൻ യു എക്സ്പ്ലെയിൻ മോഷൻ? അപ്പോൾ ഇവിടെ ഈ ബേർഡിൻ്റെ ഓരോ പ്രാവശ്യവും അതിൻ്റെ പൊസിഷനിൽ മാറ്റം വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ശരിക്കും മോഷൻ എന്ന് പറഞ്ഞാൽ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നോക്കൂ, ആദ്യം ബേർഡ് ഉള്ളത് ഇവിടെയാണ് അല്ലേ? ഇപ്പോൾ ഈ ഒരു മരത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ മരത്തിൽ നിന്നും ഒരുപാട് അകലെയാണ് ആദ്യം ബേർഡ് ഉള്ളത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് എത്തി, പിന്നെ അതിൽ നിന്നും അകലെയായിട്ട് പറന്നുപോയി അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഓരോ പ്രാവശ്യവും ഈ ബേർഡിന് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്, അതിൻ്റെ പൊസിഷനിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറയാം. മോഷൻ ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് മോഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നില്ലെങ്കിൽ അതാണ് മോഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം. ദർ ഈസ് ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ഓൾ ദ മൂവ്മെൻറ്റ് യു ഹാവ് ഒബ്സർവ്ഡ്. അപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്തതിൽ എല്ലായിടത്തും അവിടെ എന്താണ്? അവിടെ ഉള്ള ആ ഒരു ഒബ്ജക്റ്റിന് പൊസിഷനിൽ മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? നമ്മൾ നേരത്തെ ബസ് പോവുകയാണ്, അതുപോലെ ഒരാൾ റൺ ചെയ്യുകയാണ്, അവിടെയൊക്കെ എന്താണ്? അയാളുടെ പൊസിഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. സോ ഡു ഓൾ ദ ഒബ്ജക്ട്സ് അറൗണ്ട് യു മൂവ്? നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും ഇതുപോലെ മൂവ് ചെയ്യുന്നുണ്ടോ? വിച്ച് ഒബ്ജക്ട്സ് ഡു നോട്ട് സീം ടു മൂവ്? അപ്പം മൂവ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നത് ഏതൊക്കെയാണ്? ബിൽഡിങ് മൂവ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ വീട് അവിടുന്ന് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. റോഡ്സ്, മൗണ്ടെയിൻസ്, ഇതൊന്നും മൂവ് ചെയ്യുന്നില്ല. വൈ ഡു യു കൺസിഡർ ദീസ് ആർ നോട്ട് മൂവിങ്? എന്തുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം അതിന് പൊസിഷനിൽ ചേഞ്ച് സംഭവിക്കുന്നില്ല അല്ലേ? സോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഈസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഡസ് നോട്ട് ചേഞ്ച്. എന്താണ്? ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷനിൽ ചേഞ്ച് സംഭവിക്കാത്ത ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
അവിടെ അതെന്താണ് നിശ്ചലമായിട്ട് നിൽക്കുകയാണ്, അതിൻ്റെ പൊസിഷനിൽ മാറ്റം വരുന്നില്ല. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ജെയിൻ വീൽ തന്നിട്ടുണ്ട്. വെൻ ദ ജെയിൻ വീൽ ഈസ് റൊട്ടേറ്റിംഗ് മൈ ഫ്രണ്ട് ഈസ് ഓൾവേസ് നെക്സ്റ്റ് ടു മീ ഹിസ് പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് എയ്തർ ഡസ് ഇറ്റ് മീൻ വി ആർ നോട്ട് മൂവിങ്. അപ്പോൾ ജെയിൻ വീലിലുള്ള ഒരു കുട്ടി പറയുകയാണ്, ഈ ഒരു വീല് കറങ്ങുമ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, അതിന് സ്ഥാനം മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, അപ്പോൾ ശരിക്കും ഞങ്ങൾ മൂവ് ചെയ്യുന്നില്ലേ എന്നാണ് ആ കുട്ടി ചിന്തിക്കുന്നത്. ഇനി പുറത്തുനിന്നുള്ളൊരു കുട്ടി പറയുകയാണ്, ഐ ക്യാൻ സീ ബോത്ത് ഓഫ് യു മൂവിങ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മൂവ് ചെയ്യുന്നത് എനിക്ക് കാണുന്നുണ്ടല്ലോ. യുവർ പൊസിഷൻ ഈസ് ഓൾസോ ചേഞ്ചിങ്, കാരണം നിങ്ങളുടെ പൊസിഷന് മാറുന്നുണ്ട് അല്ലേ. നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ അവരുടെ പൊസിഷന് മാറുന്നതായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അവർക്കത് തോന്നില്ല. സോ ഹാവൻ യു ലിസൺ ടു ദെയർ കോൺവെർസേഷൻ. അപ്പോൾ നമ്മൾ അവരുടെ കോൺവെർസേഷൻ രണ്ടുപേരുടെയും മനസ്സിലാക്കി അല്ലേ. ആർ ദ ചിൽഡ്രൻ ഇൻ ദ ജെയിൻ വീൽ മൂവിങ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഡിസ്കസ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ശരിക്കും ആ ജെയിൻ വീലിലുള്ള കുട്ടികൾ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അവിടെ കുട്ടികൾ മൂവ് ചെയ്യുന്നില്ല, ജെയിൻ വീൽ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അത് കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ കുട്ടികൾക്ക് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നില്ല, പക്ഷെ നമ്മൾ പുറത്തു നിന്നുള്ള ഒരാൾക്ക് നോക്കുമ്പോൾ അത് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാം. സോ വിത്ത് റെസ്പെക്ട് to the child in the giant wheel does the co-rider have a change in position. അപ്പോൾ ജെയിൻ വീലിൽ ഇരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് അതിൻ്റെ ഒപ്പമുള്ള കുട്ടിയിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, അത് അവർ ഇരിക്കുന്ന അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. വാട്ട് അബൌട്ട് ദ ചേഞ്ച് ഇൻ ദെയർ പൊസിഷൻ വിത്ത് റെഫറൻസ് ടു ദ ചൈൽഡ് സ്റ്റാൻഡിങ് ബിലോ. പക്ഷേ അവിടെ താഴെ നിൽക്കുന്ന കുട്ടിക്ക് അവർ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നി അല്ലേ. എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്? ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ ജയന്റ് വീൽ ഹാവ് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ചൈൽഡ് സ്റ്റാൻഡിങ് ബിലോ. കാരണം താഴെ നിൽക്കുന്ന ആ കുട്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ എന്താണ് ജയന്റ് വീലുള്ള കുട്ടികളുടെ സ്ഥാനം മാറുന്നുണ്ട്, പക്ഷെ അവിടെ ഇരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് യാതൊരു മാറ്റവും അവിടെ സംഭവിക്കുന്നില്ല. ഇറ്റ് ഈസ് എ റിലേഷൻ ടു അനദർ ഒബ്ജെക്ട് ദാറ്റ് ആൻ ഒബ്ജെക്ട് ഈസ് സെയ്ഡ് ടു ബി ഇൻ മോഷൻ ഓർ നോട്ട്. അപ്പോൾ ഒരു വസ്തു മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്തിനെയാണ് നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് പറയുന്നത്? അത് നോക്കുന്ന അല്ലെങ്കിൽ ഒരു വേറൊരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ആ താഴെ നിൽക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ആ കുട്ടി ആ ജെയിൻ വീലിലുള്ള കുട്ടികൾ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, അവർ മൂവ് ചെയ്യുന്നില്ല. ദർ ഈസ് നോ ചേഞ്ച് ഇൻ പൊസിഷൻ ഫോർ ദ ചൈൽഡ് ഇൻ ദ ജയന്റ് വീൽ വിത്ത് റെസ്പെക്ട് ടു ദ കോ-റൈഡർ. അപ്പോൾ അവിടെ എന്താണ്, അവിടെ കോ-റൈഡർ ആയിട്ട് ഇരിക്കുന്ന കുട്ടിയിൽ മാറ്റം സംഭവിക്കാത്തത് കൊണ്ട് തന്നെ അവർക്കത് ഫീൽ ചെയ്യുന്നില്ല. ഓൺ ദ അതർ ഹാൻഡ് ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ ജയന്റ് വീൽ ഹാവ് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ചൈൽഡ് സ്റ്റാൻഡിങ് ബിലോ. പക്ഷേ താഴെ നിൽക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ജെയിൻ വീലിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും മാറ്റം സംഭവിക്കുന്നുണ്ട്. സോ അവിടെ എന്താണ്, ഒരു റെഫറൻസ് ബോഡി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട് അല്ലേ. ആൻഡ് ഒബ്ജെക്ട് ക്യാൻ ബി സെയ്ഡ് ടു ബി ഇൻ മോഷൻ ഓൺലി ഇൻ റിലേഷൻ ടു അനദർ ബോഡി ഓർ പൊസിഷൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു പൊസിഷനെയോ നമ്മൾ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു വസ്തുവിന് മൂവ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പറയുന്നത്. സോ ദ ബോഡി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ് ഈസ് കോൾഡ് എ റെഫറൻസ് ബോഡി. അപ്പോൾ ആ ഒരു വസ്തുവിനെയാണ് നമ്മളിവിടെ റെഫറൻസ് ബോഡി എന്ന് പറയുന്നത്. ഇപ്പോൾ താഴെയുള്ള കുട്ടിയെ നമുക്ക് റെഫറൻസ് ബോഡി ആക്കാം, അതുപോലെ ജെയിൻ വീലുള്ള കുട്ടികളെയും നമുക്ക് റെഫറൻസ് ബോഡി ആക്കിയിട്ടും പറയാം. ഇനി ഇവിടെ എന്താണ്, ഒരു റണ്ണിങ് റേസ് ആണ് നടക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ സ്കൂൾ സ്പോർട്സ് മീറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ ഇതിനടിസ്ഥാനമാക്കി എന്ത് ചെയ്യണം, താഴെയുള്ള ടേബിൾ നമുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് കോണ്ടെക്സ്റ്റ്, മോഷന്, റീസൺ, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ചൈൽഡ് സിറ്റിംഗ് ഇൻ ദ ഗാലറി. ഗാലറിയിൽ ഇരിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ അവിടെ എന്താണ്, ആ ഗാലറിയിൽ ഇരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് അവിടെ മോഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഉണ്ടോ ഇല്ല, അപ്പോൾ എന്താണ്, നോ എന്നുള്ളതിൽ ടിക്ക് ഇട്ട് കൊടുക്കാം. ദ പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ദ ഗാലറി. നെക്സ്റ്റ് വൺ, ബോയ്സ് റണ്ണിങ് ഓൺ ദ ട്രാക്ക്. ആ ട്രാക്കിൽ പോകുന്ന കുട്ടികൾക്ക് എന്താണ്, അവിടെ മോഷൻ സംഭവിക്കുന്നുണ്ട്. സോ അവിടെ റീസൺ എന്താണ്, ദെയർ പൊസിഷൻസ് കീപ് ചേഞ്ചിങ് ആസ് ദേ മൂവ് ഫോർവേഡ് ഇൻ ദ റേസ്. അവിടെ അവരുടെ പൊസിഷനിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ചൈൽഡ് സ്റ്റാൻഡിങ് നിയർ ദ ഗാലറി. ആ ഗാലറിക്ക് എടുത്ത് നിൽക്കുന്ന കുട്ടിക്കോ അവിടെ മോഷൻ സംഭവിക്കുന്നില്ല. ദ ചൈൽഡ് ഈസ് സ്റ്റാൻഡിങ് സ്റ്റിൽ നോട്ട് ചേഞ്ചിങ് പൊസിഷൻ. നെക്സ്റ്റ് വൺ, ട്രീ ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ആ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ട്രീയെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ എന്താണ്, മോഷൻ എന്നുള്ളത് സംഭവിക്കുന്നില്ല. ഓക്കെ, ദ ട്രീ റിമൈൻസ് ഫിക്സ്ഡ് ഇൻ പ്ലേസ് ഷോയിങ് നോ മൂവ്മെൻറ്റ്. അത് ഫിക്സ്ഡ് പ്ലേസിലാണ് നിൽക്കുന്നത്, അതിന് യാതൊരു മൂവ്മെൻറ്റും അവിടെ സംഭവിക്കുന്നില്ല. സോ അനലൈസ് ദ ടേബിൾ, ഹു എമംഗ് ദീസ് ആർ മൂവിങ്, ഓൺ വാട്ട് ബേസിസ് ആർ ദ ഫൗണ്ട് ടു ബി മോഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ശരിക്കും എന്താണ്, അവിടെ മോഷൻ എന്ന് പറയുന്നത് റെസ്റ്റ്, മൂവിങ് ആണോ അല്ലെങ്കിൽ അത് റെസ്റ്റ് ആണോ എന്നുള്ളതിനനുസരിച്ചാണ് നമുക്ക് പറയാം. ചിൽഡ്രൻ ആർ സെയ്ഡ് ടു ബി മോഷൻ ബേസ്ഡ് ഓൺ ദേ ചേഞ്ച് പൊസിഷൻ. അവിടെ പൊസിഷനിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ മൂവ്മെൻറ്റ് നടന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവിടെ മൂവ്മെൻറ്റ് നടന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല.
So it is based on the position that an object is found to be moving or at rest. Children are said to be motion based on their change in position. Haven't you noticed the moving objects and object are rest in everyday life? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. അത് ചിലതെന്താണ് മൂവ് ചെയ്യുന്നുണ്ട്, ചിലതെന്താണ് സ്റ്റിൽ അങ്ങനെ റെസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് സാധനങ്ങളെ നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. മൂവിങ് ഒബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഫിഷ് സ്വിമ്മിങ് ഇൻ ദ പോണ്ട് അല്ലേ, ഒരു പോണ്ടിൽ ഫിഷ് ഉള്ളത്. അതുപോലെ കാർ മൂവിങ് ഓൺ എ റോഡിലൂടെ കാറ് പോകുന്നത്. ചിൽഡ്രൻ പ്ലേയിങ്, ബസ് മൂവിങ്, ലീവ്സ് സ്വയിങ്. അതുപോലെ ഒബ്ജക്റ്റ് ആയിട്ട് റെസ്റ്റ് എന്നുള്ളിടത്ത് ഹൗസ്, റോക്ക്, സ്കൂള്, ബ്ലാക്ക് ബോർഡ്, ഡെസ്ക്, ഇതൊക്കെ നമുക്ക് കൊടുക്കാം. ഓൺ വാട്ട് ബേസിസ് ഡു യു സേ ദാറ്റ് ഈച്ച് മൂവിങ് ഒബ്ജക്റ്റ് ഈസ് ഇൻ മോഷൻ? അപ്പോൾ ഇവിടെ എന്താണ് മോഷനുള്ള വസ്തുക്കൾ എങ്ങനെയാണ്, എന്തിനെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലായല്ലേ. അതിന് പൊസിഷനിൽ ചേഞ്ച് വരുമ്പോൾ മാത്രമാണ്. അതുപോലെ അത് എന്തുകൊണ്ടാണ് റെസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി മൂമെന്റ്സ് ഇൻ എവറി വേർ എന്നുള്ളതാണ്. എല്ലായിടത്തും എന്താണ് ഒരു മൂമെന്റ്സ് ഉണ്ടായിരിക്കും. എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഇൻക്ലൂഡിങ് ദ പ്ലാനറ്റ്സ്, സ്റ്റാർസ് ആൻഡ് ഗാലക്സീസ് ആർ മൂവിങ് എവറി മൂമെന്റ്. നമുക്കറിയാം പ്ലാനറ്റ്സ്, യൂണിവേഴ്സ്, അതുപോലെ സ്റ്റാർസ്, ഗാലക്സീസ്, ഇതൊക്കെ എന്താണ് എല്ലാ സമയത്തും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ദ യൂണിവേഴ്സ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് മൂവ്മെന്റ്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സ് തന്നെ ഇവിടെ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു മൂവ്മെന്റിന്റെ ബേസ് ചെയ്തിട്ടാണ്. ഓൾ ദ objects on earth that are assumed to be at rest are also moving along with the earth. അപ്പോൾ നമുക്കറിയാം ഭൂമി എന്ന് പറയുന്നത് എന്താണ്? അത് ഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം റെസ്റ്റിലാണെങ്കിൽ പോലും അതെന്താണ് ഭൂമിയോടൊപ്പം ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. മോഷൻ ഓഫ് എൻ ഒബ്ജെക്ട് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺലി ബേസ്ഡ് ഓൺ റെഫറൻസ് ബോഡി. ഇറ്റ് ഈസ് ഓൺലി വെൻ ദ റെഫറൻസ് ബോഡി ചേഞ്ചസ് ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് മെനി ഒബ്ജെക്ട്സ് ദാറ്റ് അപ്പിയർ ടു ബി അറ്റ് റെസ്റ്റ് ആർ ആക്ച്വലി ഇൻ മോഷൻ. അപ്പോൾ ഒരു മോഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റെഫറൻസ് ബോഡിയെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു റെഫറൻസ് ബോഡിയിൽ ചേഞ്ചസ് വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ മോഷൻ എങ്ങനെയുള്ളതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വി ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് സം ഒബ്ജെക്ട് ആർ സെയ്ഡ് ടു ബി റെസ്റ്റ് വിത്ത് റെഫറൻസ് ടു ദ എർത്ത്. However, the earth and all the objects on it are in motion with reference to the sun and other spheres of the solar system. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് എർത്തിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് പല വസ്തുക്കളും എന്താണ് അവിടെ റെസ്റ്റ് ആയിട്ട് നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അവിടെ എന്താണ് സൂര്യനെയും അതുപോലെ തന്നെ യൂണിവേഴ്സിലെ ബാക്കിയുള്ള പ്ലാനറ്റ്സിനെയും ഒക്കെ നോക്കുമ്പോൾ ഭൂമി എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് നമുക്ക് അറിയാം. സോ ഇവിടെ ഒരു കുട്ടി പറയുന്നുണ്ട് ദ സ്കൂൾ ആൻഡ് ദ ട്രീസ് ആർ നോട്ട് മൂവിങ് അറ്റ് ഓൾ. അപ്പോൾ സ്കൂളും എന്താണ് ഈ ട്രീസും ഒന്നും മൂവ് ചെയ്യുന്നില്ല എന്ന് ആ കുട്ടി അതിൻ്റെ അടുത്ത് നിന്നിട്ട് പറയാണ്. പക്ഷെ നമ്മൾ ആ ഒരു എർത്തിൻ്റെ പുറത്ത് സ്പേസിൽ പോയി നിൽക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സ്കൂളാണെങ്കിലും ട്രീസ് ആണെങ്കിലും ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. അവിടെ റൊട്ടേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അത് മൂവ് ചെയ്യുന്നുണ്ട്. ഹാവ് യു ഒബ്സർവ് ദ മൂവ്മെന്റ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് എനിമൽസ്? ഡു ഓൾ ഓഫ് ദം ഹാവ് സിമിലർ മൂവ്മെന്റ്സ്? നമുക്കറിയാം നമ്മുടെ ചുറ്റും എനിമൽസ്, ബേർഡ്സ് ഒക്കെ ഉണ്ട് അല്ലേ. ഇതൊക്കെ ശരിക്കും ഒരേ രീതിയിൽ തന്നെയാണോ മൂവ് ചെയ്യുന്നത്? ഹൗ ഡസ് എ ഫ്രോഗ് മൂവ്? ഹൗ അബൌട്ട് മബൂയ? അപ്പോൾ ഈ ഫ്രോഗ് മൂവ് ചെയ്യുന്ന പോലെ തന്നെയാണോ മബൂയ മൂവ് ചെയ്യുന്നത്? അല്ല, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള മൂവ്മെന്റ്സ് തന്നെയുണ്ട് അല്ലേ. ഹാവൻ യു സീൻ ഡൊമസ്റ്റിക് എനിമൽസ് ലൈക്ക് കാറ്റ്സ്, ഡോഗ്സ് ആൻഡ് കാറ്റ് ടേക്കിംഗ് റെസ്റ്റ്? ഡോണ്ട് ദെയർ ബോഡി പാർട്സ് മൂവ് ഈവൻ when they are at rest? Have you noticed the movement in their body when they are breathing? Discuss. നമ്മുടെ വീട്ടിൽ എന്തുണ്ട്? പൂച്ചയും നായൊക്കെ ഉണ്ട് അല്ലേ. അതൊക്കെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ അവരെ നോക്കിയിട്ടുണ്ടോ? അവരുടെ വയറിൻ്റെ അവിടെ ഇങ്ങനെ എന്താണ് അവർ ബ്രീത്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. So everyone be silent and close your eyes for a while and listen to the movement within your own body. Which are the movements you have recognized? What are the other movements that take place with the body? ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് നോക്ക്. നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ മൂവ്മെൻറ്റ്സ് ആണ് നടക്കുന്നത്? ഒരുപാട് മൂവ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഹാർട്ടാണെങ്കിൽ ഹാർട്ടിൽ എന്ത് നടക്കുന്നുണ്ട്? ഹാർട്ട് ബീറ്റ് ഉണ്ട് അല്ലേ. ലെങ്സ് ആണെങ്കിൽ ബ്രീത്തിങ് നടക്കുന്നുണ്ട്. സ്റ്റൊമക്ക് ആണെങ്കിൽ ഡൈജഷൻ നടക്കുന്നുണ്ട്. ഐസ് ആണെങ്കിലോ ബ്ലിങ്കിങ്, മൂവ്മെൻറ്റ് ഓഫ് ദ ഐ ബോൾസ്, ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ശരീരത്തിൽ നടക്കുന്ന മൂവ്മെൻറ്റ്സ് ആണ്. ദേ വേർ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഈസ് ത്രൂ ദ കോർഡിനേഷൻ ഓഫ് വേരിയസ് റിതമിക് മൂവ്മെൻറ്റ്. അപ്പോൾ ഒരു നല്ല ബോഡിയുടെ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ നല്ലൊരു ആരോഗ്യം നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഇത്തരത്തിലുള്ള ഒരു റിതമിക് മൂവ്മെൻറ്റ് അവിടെ നടക്കണം അല്ലേ. ഇപ്പോൾ നമ്മുടെ ഹൃദയം നിന്ന് പോയാൽ നമ്മളുണ്ടോ? ഇല്ല. അതുപോലെ നമ്മുടെ ലങ്സ് നിന്ന് പോയാൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ നമ്മളുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ ഒരു റിതമിക് മൂവ്മെൻറ്റ് പോലെ നടന്നുകൊണ്ടേ ഇരിക്കണം.
ഇനി നെക്സ്റ്റ് വൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ മോഷനൊക്കെ പഠിച്ചു. ഇനി എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. ഡു ദ ചിൽഡ്രൻ മേക്ക് ദ സെയിം മൂവ്മെൻറ്റ് വൈൽ ദേ പ്ലേയിങ് ഇൻ ദ പാർക്ക്. അപ്പോൾ ഇവിടെ കുട്ടികൾ പാർക്കിൽ കളിക്കുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എല്ലാവരും ഒരേ മൂവ്മെൻറ്റിലാണോ കളിക്കുന്നത്? ഹൗ ഡസ് ഈച്ച് മൂവ്മെൻറ്റ് ഡിഫർ? ത്രൂ ഡിസ്കഷൻ find out the type of motion and take place in each equipment and complete the table given below. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് താഴെ നമുക്കൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ മൂവ്മെൻറ്റ്സ് ആണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ എക്യുപ്മെൻറ്റ്സ് നോക്കൂ. ഫസ്റ്റ് വൺ സ്വിങ്. സ്വിങ്ങിൽ എന്താണ്? ബാക്ക് ആൻഡ് ഫോർത്ത് ആണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് നമുക്ക് സ്വിങ്ങിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. റൊട്ടേറ്റിംഗ് ഡിസ്ക് ആണെങ്കിലും അവിടെ സർക്കുലർ മോഷൻ ആണ് നടക്കുന്നത്. സ്ലൈഡർ ആണെങ്കിൽ അവിടെ സ്ട്രൈറ്റ് ലൈൻ ആണ് നടക്കുന്നത്. സീസോ ആണെങ്കിൽ അവിടെ അപ്പ് ആൻഡ് ഡൗൺ ആണ് നടക്കുന്നത്. അപ്പോൾ മോഷൻ എന്ന് നടക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ മോഷൻസും ഒരേപോലെയല്ല എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലായി. ഡു ആൻഡ് ലേൺ എന്നുള്ളതാണ് അടുത്തത്. എന്ത് ചെയ്യാം? നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഡു സം എക്സ്പെരിമെൻറ്റ് ടു ലേൺ മോർ അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ഒരു സ്ട്രൈറ്റ് ലൈനിൽ നടക്കുന്ന ഒരു മോഷനെ കുറിച്ചിട്ടാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ട മെറ്റീരിയൽസ് എന്താണ്? ട്വൈന്, സ്ട്രോ, സെല്ലോ ടേപ്പ്, ബലൂൺ. ഓക്കെ, ഇതൊരു ബലൂൺ കാരിയേജ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പാസ് എ ട്വൈൻ through a 5 cm long straw. Tie up each end of this twine at the same height in a convenient places in the class. Glue the inflated balloon to the straw parallel to the twine as shown in the picture. Release the air in the balloon. What do you observe? How did the balloon move? അപ്പോൾ ഒരു 5 cm ഉള്ള ഒരു സ്ട്രോ ട്രെയിൻ എടുക്കുക. ഓക്കെ, ആ ട്രെയിൻ എടുത്തിട്ട് അതിലെന്ത് ചെയ്യുക? ഒരു ബലൂണ്, ആ ട്രെയിനിൻ്റെ ഒരു അഗ്രത്ത് ഒരു ബലൂണ് വലിച്ചു പിടിച്ച് വെക്കുക. ബലൂണ് വീർപ്പിച്ചിട്ടായിരിക്കണം. എന്നിട്ട് അത് അവിടെ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ബലൂണിൻ്റെ കാറ്റ് അഴിച്ചു വിട്ടു നോക്കുക. എന്ത് ചെയ്യും? ആ ഒരു ട്രെയിനിലൂടെ അത് നേരെ പോകും. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്? ബലൂൺ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇതിനെയാണ് നമ്മൾ ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ലീനിയർ മോഷൻ ഈസ് ദ മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. ഒരു സ്ട്രൈറ്റ് ലൈനിലൂടെ പോകുന്നതിനെയാണ് നമ്മൾ ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ഫൈൻഡ് എക്സാമ്പിൾസ് ഓഫ് ലീനിയർ മോഷൻ ഇൻ ദ മൂവ്മെന്റ്സ് യു സീ എവറി ഡേ ആൻഡ് പ്രസന്റ് ദം ഇൻ ദ ക്ലാസ്. ഇപ്പോൾ ഒരു ലിഫ്റ്റിൽ പോകുന്നത് ഇതേപോലെ തന്നെയാണ്. റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത് ഇതേപോലെയാണ്. ട്രെയിൻ ട്രാക്കിലൂടെ പോകുന്നതും ഇത്തരത്തിലുള്ള ലീനിയർ മോഷനാണ്. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് അടുത്ത എക്സ്പെരിമെൻ്റ് ആണ്. എക്സ്പെരിമെൻറ്റ് നമ്പർ 2 ആണ് നോക്കുന്നത്. ഇവിടെ മോഷൻ എബൌട്ട് ഓൺ ആക്സിസ് എന്നുള്ളതാണ്. എന്താണ്? അത് ഒരു ആക്സിസിൽ മാത്രമാണ് പോകുന്നത്. അതിന് വേണ്ട ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടത് ഐസ്ക്രീം ബോൾ, സ്മോൾ ഷാർപ്നഡ് പെൻസിൽ, ഇത്രയുമാണ് വേണ്ടത്. മേക്ക് എ ഹോൾ ഈച്ച് ഓൺ ദ ലിഡ് ആൻഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഐസ്ക്രീം ബോൾ ആൻഡ് പുട്ട് എ ഷാർപ്നഡ് പെൻസിൽ ത്രൂ ആസ് ഷോൺ ഇൻ ദ പിക്ചർ ആൻഡ് ടൈറ്റൻ ഇൻ ദ ലിഡ്. Keep the tip of the pencil on the floor and try to rotate it. How does it move? Discuss the observation. Don't you understand the movements? ഓൾസോ ടൈ പ്ലേസ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഐസ്ക്രീമിൻ്റെ ബോളിൻ്റെ അടപ്പിൽ ഒരു ചെറിയ ഒരു ഹോൾ ഉണ്ടാക്കാം. എന്നിട്ട് നല്ല കൂർപ്പിച്ച ഒരു പെൻസിൽ അതിലൂടെ വെച്ചതിന് ശേഷം അത് മുറുക്കി അടക്കാം. പെൻസിലിൻ്റെ ആ ഒരു ടിപ്പ് അവിടെ നിലത്ത് തട്ടിയിട്ടുണ്ടാവണം. എന്നിട്ട് ഐസ്ക്രീം ബോളിനെ നമ്മളൊന്ന് കറക്കി കൊടുക്കുക. അപ്പോൾ അതെന്ത് ചെയ്യും? ആ ഒരു ആക്സിൽ വെച്ചുകൊണ്ട് തന്നെ അതിങ്ങനെ കറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നടക്കുന്നത് റൊട്ടേഷണൽ മോഷനാണ് നടക്കുന്നത്. അഥവാ റൊട്ടേഷണൽ മോഷൻ ഈസ് ദ മൂവ്മെന്റ് ഓഫ് ഒബ്ജക്റ്റ് ആസ് ദെയർ ഓൺ ആക്സിസ്. അതിൻ്റെ ആക്സിസിൽ കിടന്ന് കറങ്ങുന്നതിനെയാണ് നമ്മൾ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. സോ യു ഹാവ് ലേൺ ദാറ്റ് ഈസ് ദ റൊട്ടേഷണൽ മോഷൻ ഓഫ് ദ എർത്ത് ദാറ്റ് കോസസ് ഡേ ആൻഡ് നൈറ്റ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എർത്ത് എങ്ങനെയാണ് പോകുന്നത്? അതിൻ്റെ ആക്സിസിൽ കിടന്നിട്ടാണ് അത് കറങ്ങുന്നത് അല്ലേ? അപ്പോൾ അതും ഒരു റൊട്ടേഷണൽ മോഷനാണ്. അങ്ങനെയാണ് നമുക്ക് ഡേയും നൈറ്റും ഒക്കെ ഉണ്ടാകുന്നത്. ഇനി നെക്സ്റ്റ് വണ് എക്സ്പെരിമെൻറ്റ് 3 ആണ്. മോഷൻ ഇൻ എ സർക്കുലർ പാത്ത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. Haven't you observed the movement of the second hand of your clock? How does it move? What about the second hand of your watch? Don't they move in a circular path about a point? Let's join activities to observe the motion in a circular path. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്ലോക്കിലെ സെക്കൻഡ് സൂചി അല്ലേ, അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഇതേപോലെയാണോ മൂവ് ചെയ്യുന്നത്? ശരിക്കും നമുക്കതൊന്ന് നോക്കാം. സോ അതിന് വേണ്ട എക്സ്പെരിമെൻറ്റിന് വേണ്ടത് വുഡൻ സ്കെയിലും നെയിൽ, പെൻസിൽ, പേപ്പർ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. So make one small hole each about a
centimeter away from either an end of the wooden scale. Insert a nail through one hole and fix it on a paper kept on the table so that the scale can rotate freely. Insert a pencil through the hole on the other end. Move the scale on the paper in a circular path. Similarly, draw a circle on another paper using a compass. In both these cases, the path of the pencil forms a circle. The path in the shape of a circle is called a circular path. Aren't the kids in a giant wheel also moving in a circular path? അപ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ എന്ത് ചെയ്യുക, ഒരു എൻഡിൽ വെച്ചിട്ട് 1 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഒരു ചെറിയ ഹോള് പോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഹോളിൽ നിന്നും ആണി കടത്തി സ്കെയിലിൻ്റെ അതേപോലെ കറങ്ങുന്ന വിധത്തിൽ മേശയുടെ പേപ്പറിൽ ഉറപ്പിച്ചു കൊടുക്കുക. മറ്റേ ഭാഗം നമ്മൾ ദ്വാരത്തിലൂടെ ഒരു പെൻസിൽ കടത്തി കൊടുക്കുക. എന്നിട്ട് പേപ്പറിൽ സ്കെയിലിൻ്റെ വൃത്താകൃതിയിൽ ചലിപ്പിച്ചു കൊടുക്കുക. ഇതുപോലെ നിങ്ങളുടെ കോമ്പസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റൊരു പേപ്പറിലും വൃത്തം വരച്ചു നോക്കാം. അപ്പോൾ അവിടെ എന്താണ്, നമ്മൾ കോമ്പസ് വെക്കുമ്പോഴും ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സർക്കിൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. നമുക്കറിയാം നമ്മൾ അങ്ങനെയാണ് നമ്മൾ സർക്കിളൊക്കെ വരക്കാറുള്ളത്. ഇതേപോലെ തന്നെയാണ് ഈ ജെയിൻറ്റ് വീലിലുള്ള കുട്ടികളുടെയും ഒരു എന്താ പറയുക മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ അവിടെയുള്ള മൂവ്മെന്റ് എന്താണ്, സർക്കുലർ മൂവ്മെന്റ് ആണ് നടക്കുന്നത്. സർക്കുലർ മോഷൻ ഈസ് ദ മോഷൻ ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ സർക്കുലർ പാത്ത്. ഒരു സർക്കുലർ പാത്തിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. ഓക്കെ, so observe the surroundings to find more examples of circular motion and write them in the science diary. അപ്പോൾ എവിടെയൊക്കെയാണ് സർക്കുലർ മോഷൻ? ഒന്ന് നമ്മൾ പറഞ്ഞു ക്ലോക്കിൽ, ഒന്ന് ജെയിൻ വീലിൽ, അതുപോലെ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സർക്കിൾ വരക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഇത്തരത്തിലുള്ളതാണ്. നെക്സ്റ്റ് വേണ്ട എക്സ്പെരിമെൻറ്റ് 4 ആണ്. മൂവിങ് ടു ആൻഡ് ഫ്രോ എന്നുള്ളതാണ്. എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ മോഷൻ ഓഫ് എ സ്വിങ്? ഒരു സ്വിങ്ങിലുള്ള ഒരു മോഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്വിങ് ഫ്രണ്ടിലേക്കും പോകും ബാക്കിലേക്കും പോകും അല്ലേ. ലെറ്റ്സ് ക്രിയേറ്റ് എ സിമിലർ മൂവ്മെന്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് ക്ലാസ്സിൽ ഒന്ന് ചെയ്തു നോക്കാം. എന്തൊക്കെ വേണം? നെയിൽ, ട്വൈന്, അതുപോലെ സ്റ്റോൺ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. Using stone, nail and a twine, make an instrument similar to a swing as shown in the picture and swing it. The position at which the suspended stone remains stationary in the equilibrium position. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു കല്ലും അതുപോലെ ഒരു ആണിയും, അത് ആണിയല്ലേ നമ്മൾ എടുത്തിട്ടുള്ള എന്താണ്, ആ ഒരു നെയിലും അതുപോലെ സ്റ്റോണും, ഇത് രണ്ടും ആ ഒരു ട്വൈനും ഉപയോഗിച്ചിട്ട് ഊഞ്ഞാലിന് സമാനമായിട്ട് ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ഉപകരണം ഉണ്ടാക്കുക. എന്നിട്ട് നൂലിൽ തൂക്കിയിട്ട കല്ല് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മോഷൻ യു ഹാവ് ഒബ്സർവ്ഡ്? അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, അത് അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും അല്ലേ. ദ മൂവ്മെന്റ് ഓഫ് ദ സ്റ്റോൺ ടു എയ്തർ സൈഡ് ഇൻ ദ റെസ്പെക്ട് ഓഫ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. അതിൽ നിൽക്കുന്ന ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും അത് അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. സോ ഇതിനെയാണ് നമ്മൾ ഓക്സിലേഷൻ എന്ന് പറയുന്നത്. So oscillation is the movement of an object to both sides above the equilibrium position. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അതെന്ത് ചെയ്യും, ഒരു ഒബ്ജക്റ്റ് രണ്ട് വശങ്ങളിലേക്ക് നടത്തുന്ന ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ ഓക്സിലേഷൻ എന്ന് പറയുന്നത്. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് ഓക്സിലേഷൻ ആൻഡ് ഡിസ്കസ് ദം ഇൻ ദ ക്ലാസ്. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു സ്വിങ് അല്ലേ, സ്വിങ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു മോഷനാണ് നടത്തുന്നത്. ഇനി വാട്ട് ഹാപ്പൻ ഇഫ് ദ ഒബ്ജക്റ്റ് ഇൻ ഓസിലേഷൻ മൂവ്സ് ഫാസ്റ്റ് അബൌട്ട് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇനി ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് വളരെ പെട്ടെന്നാണ് ഇത് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക എന്നാണ് അടുത്തൊരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ട മെറ്റീരിയൽസ് സ്റ്റീൽ സ്കെയിൽ, ടേണിംഗ് ഫോക്ക്, റബ്ബർ ഹാമർ, റബ്ബർ ബാൻഡ്, ഇത്രയും സാധനങ്ങൾ വേണം. സോ ഒന്നാമത്തേത്, പ്രസ് വൺ എൻഡ് ഓഫ് ദ സ്റ്റീൽ സ്കെയിൽ ഓൺ ദ ടേബിൾ, പ്രസ് ദ അതർ end downward and then release. Observe the movement of the scale. ഒരു സ്റ്റീൽ സ്കെയിൽ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, മേശപ്പുറത്ത് അമർത്തി പിടിക്കുക. എന്നിട്ട് മറ്റേ ഭാഗം നമ്മൾ താഴത്തേക്കൊന്ന് വിട്ടുകൊടുക്കുക. നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്യാറുണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക, അത് മേലേക്കും താഴേക്കും പോകും, ഒരു സൗണ്ടും കൂടെ അതിന് ഉണ്ടായിരിക്കും. ഇനി സെക്കൻഡ് വണ്ണായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, സ്ട്രെച്ച് എ റബ്ബർ പാൻറ് ഓൺ എയ്തർ സൈഡ് വിത്ത് യുവർ ഫ്രണ്ട് ആൻഡ് ടാപ്പ് ഇറ്റ് ഇൻ ദ മിഡിൽ. ഒബ്സർവ് ദ മൂവ്മെന്റ് ഓഫ് ദ റബ്ബർ പാൻറ്. നമ്മൾ കൂട്ടുകാരെടുത്തിട്ട് റബ്ബർ ബാൻഡ് വലിച്ചു പിടിച്ചിട്ട് നടുവിൽ തട്ടി കൊടുക്കുക. അപ്പോൾ റബ്ബർ ബാൻഡിന് എന്ത് സംഭവിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അല്ലേ. ഇനി തേർഡ് വൺ, ടേക്കിംഗ് എ ട്യൂണിംഗ് ഫോർക്ക് ഫ്രം ദ സയൻസ് ലാബ്. സയൻസ് ലാബിൽ പോയിട്ട് ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുക്കുക. എന്നിട്ട് ഹിറ്റ് ഓൺ ദ ഓഫ് ദ പ്രോഞ്ച് വിത്ത് എ റബ്ബർ ഹാം. ഒബ്സർവ് ദ മൂവ്മെന്റ് ഓഫ് ദ പ്രോഞ്ച്, ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മൂവ്മെന്റ് യു ഹാവ് ഒബ്സർവ്ഡ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു പ്രോഞ്ചിൽ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ അവിടെ എന്താവും, ഒരു മൂവ്മെൻറ്റും ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു സൗണ്ടും നമുക്ക് അവിടെ കേൾക്കാൻ വേണ്ടി പറ്റും. In all these activities, didn't you observe vast movement? അപ്പോൾ ഇവിടെ എന്താണ്, ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ.
വളരെ പെട്ടെന്നുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വാട്ട് ചേഞ്ചസ് ഡിഡ് യു ഒബ്സർവ് വെൻ ദ സ്പീഡ് ഓഫ് ഓക്സിലേഷൻ വാസ് ഇൻക്രീസ്ഡ്? അവിടെ ആ ഒരു ഓക്സിലേഷൻ്റെ സ്പീഡ് കൂടുമ്പോൾ അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? അവിടെ ഒരു സൗണ്ട് നമുക്ക് തോന്നും അല്ലെ, ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു സൗണ്ട് തോന്നും. വാസ് ദർ എനി സൗണ്ട്? ക്വിക്ക് ഓക്സിലേഷൻ is vibration. Various types of vibration are occurring around us. അപ്പോൾ അവിടെ എന്താണ്, ഒരു വൈബ്രേഷൻ ആണ് ഉണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള വൈബ്രേഷൻ നമുക്ക് ചുറ്റും ഒരുപാട് നടക്കുന്നുണ്ട്. മ്യൂസിക് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേറ്റിംഗ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. മ്യൂസിക് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ നിന്നും വരുന്ന ഒരു വൈബ്രേഷൻ ആണ്. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഫോർ വൈബ്രേഷൻ ആൻഡ് ഡിസ്കസ് ദം ഇൻ ദ ക്ലാസ്. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്തണം. ഇനി ഇവിടെ എന്താണ് വൈബ്രേഷൻ എന്ന് പറയുന്നുണ്ട്. വൈബ്രേഷൻ ഈസ് ക്വിക്ക് ഓക്സിലേഷൻ. വളരെ പെട്ടെന്നുള്ള ഒരു ഓക്സിലേഷനെയാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് സൗണ്ട്, എന്താണ് വൈബ്രേഷൻ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു വൈബ്രേഷൻ. അപ്പോൾ സൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവുന്നതാണ്? വൈബ്രേഷനിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദർ വിൽ ബി വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജെക്റ്റ് ബിഹൈൻഡ് ദ പ്രൊഡക്ഷൻ ഓഫ് എനി സൗണ്ട്. അപ്പോൾ ഏത് സൗണ്ട് ഉണ്ടാകുമ്പോഴും അതിന് കാരണമായിട്ട് ഒരു വസ്തുവിൻ്റെ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു വൈബ്രേഷൻ ഉണ്ടായിരിക്കും. വി ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് സൗണ്ട് ഡ്യൂ ടു ദ വൈബ്രേഷൻ ഓഫ് ദ വോക്കൽ കോഡ്സ് ഇൻ ദ ലിറിക്സ് ഇൻ അവർ തോട്ട്സ്. അപ്പോൾ നമ്മുടെ തൊണ്ടയിലുള്ള ഒരു ലാർനിക്സ് എന്ന് പറയുന്ന ഒരു വോക്കൽ കോഡ് ഉണ്ട്. അതിൻ്റെ വൈബ്രേഷൻ മൂലമാണ് നമ്മൾ പുറത്തേക്ക് സൗണ്ട് വരുന്നത്. വെൻ ആൻ എക്സൈറ്റഡ് ടേണിംഗ് ഫോക്ക് ഈസ് കെപ്റ്റ് നിയർ ദ ഇയർ വി വിൽ ബി ഏബിൾ ടു ഹിയർ എ സൗണ്ട്. ഇനി മാത്രമല്ല, നമ്മുടെ ചെവിക്ക് അടുപ്പിച്ചിട്ട് ഒരു ട്യൂണിംഗ് ഫോർക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു വൈബ്രേഷൻ കേൾക്കാൻ വേണ്ടി പറ്റുന്നതാണ്. So we will be to hear a sound. Music is produced in veena, violin, etc. by vibrating the stretched strings in different ways. അപ്പോൾ ഈ വീണ, വയലിൻ, ഇതിൽ നിന്നൊക്കെ സൗണ്ട്സ് വരുന്ന എന്താണ്? അതിൽ നിന്നുള്ള ആ ഒരു സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഇൻ ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് എ ചെണ്ട ഇറ്റ് ഈസ് ദ ഡയഫ്രം ദാറ്റ് ഈസ് വൈബ്രേറ്റഡ്. അപ്പോൾ ഈ ഒരു ചെണ്ട എന്ന് പറയില്ല, അതിൽ ഡയഫ്രം എന്ന് പറയുന്നതാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇൻ ഫ്ലൂട്ട് ആൻഡ് ഹാർമോണിയം ഇറ്റ് ഈസ് ദ എയർ ദാറ്റ് ഗെറ്റ്സ് വൈബ്രേറ്റഡ്. ഇനിയിപ്പോൾ ഈ ഒരു ഫ്ലൂട്ട്, ഹാർമോണിയം ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിലെന്താണ്, ഒരു എയർ വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിൽ നിന്നും സൗണ്ട് വരുന്നത്. ഇൻസ്ട്രുമെൻറ്റ് മേക്കിംഗ് യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ ആർ ഗിവൺ ബിലോ. അപ്പോൾ വിവിധ തരം സാധനങ്ങളുടെ അതിൻ്റെ മോഷൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഐഡൻറ്റിഫൈ ഹൗ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് motion in each instrument and how they are made use of. അപ്പോൾ അതിൽ നിന്നും ഓരോ ഇൻസ്ട്രുമെൻ്റ് എടുത്തിട്ട് അതിൽ എങ്ങനെയാണ് സൗണ്ട്സ് പുറത്തേക്ക് വരുന്നത് എന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, അതിനൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൊടുത്തിട്ടുള്ളത് മൂവിങ് ഒബ്ജക്റ്റ്, ടൈപ്പ് ഓഫ് മോഷൻ, യൂസേജ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീസോയാണ്. സീസോയിൽ ഏതാണ്, ഓക്സിലേഷൻ ആണ് നടക്കുന്നത്. അവിടെ അതിൻ്റെ യൂസേജ് എൻ്റർടൈൻമെൻ്റ് ആണ്. ഇനി ഹാൻഡ് ഓഫ് യു ക്ലോക്ക് ആണെങ്കിൽ അവിടെ സർക്കുലർ മോഷൻ ആണ് നടക്കുന്നത്. ടു നോ ദ ടൈം, നമുക്ക് ടൈം അറിയാൻ വേണ്ടിയിട്ടാണ്. ടോപ്പ് എന്ന് പറഞ്ഞാൽ പമ്പരത്തിൽ എന്താണ്, റൊട്ടേഷൻ മോഷൻ ആണ് നടക്കുന്നത്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്. സ്ട്രിങ് ഓഫ് എ വീണ, അവിടെ വൈബ്രേഷൻ ആണ്. പ്ലസൻറ്റ് സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്, നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള സൗണ്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടും. ദെൻ ഹാവൻറ്റ് യു റിയലൈസ്ഡ് ദാറ്റ് മൂവ്മെൻറ്റ്സ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ അവർ ലീവ്സ്. അപ്പോൾ മനസ്സിലായി നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സിനൊക്കെ ഒരുപാട് പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഹാവൻറ്റ് യു സീൻ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ സൈമിൾട്ടേനിയസ്ലി. ഷെയർ യുവർ എക്സ്പീരിയൻസ്. ഇനി ഒരു സാധനം തന്നെ എടുത്തിട്ട് അതിൽ നിന്നും അതിൻ്റെ വൈബ്രേഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു മോഷൻ മാത്രമല്ല, സൈമിൾട്ടേനിയസ് ആയിട്ട് വേറെയും മോശങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഷെയർ ചെയ്യുക. അത്തരത്തിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് നമുക്കിവിടെ പറയുന്നത് എ ടോയ് ഫാൻ എന്ന് പറയുന്നത്. ഷോൾ വി മേക്ക് എ ടോയ് ഫാൻ യൂട്ടിലൈസ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ. അപ്പോൾ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ അതിൽ നടക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ട മെറ്റീരിയൽസ് ഐസ്ക്രീം ബോൾ, സ്ട്രിങ്, തിൻ അംബ്രല്ല റോഡ്, ബെഡ്, അതുപോലെ തന്നെ പെറ്റ് ബോട്ടിൽ, സ്റ്റെൻസിൽ കട്ടർ, പേപ്പർ കട്ടർ, കോക്കനട്ട് ലീഫ്, മിഡ് റിബ്. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. Make fan leaves using the upper portion of the pet bottle with the lid as shown in the picture. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ആ ഒരു പെറ്റ് ബോട്ടിൻ്റെ ആ ഒരു അടപ്പുള്ള ഭാഗം വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫാനിൻ്റെ ലീഫുകൾ ഇതേപോലെ ഉണ്ടാക്കുക. മേക്ക് സ്മോൾ ഹോൾസ് ഓൺ ദ ലിഡ്, ബോട്ടം ആൻഡ് വൺ സൈഡ് ഓഫ് ദ ഐസ്ക്രീം ബോൾ. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ അതിന് താഴെയുള്ള ഐസ്ക്രീം ബോളിൻ്റെ അടപ്പിൽ ഒരു ഭാഗത്ത് ഒരു ഹോള് പോലെ ഉണ്ടാക്കുക. ദെൻ ഫിക്സ് ദ ഫാൻ ടു ദ അംബ്രല്ല റോഡ്. അതിന് ശേഷം ആ ഒരു ഫാന് ആ ഒരു അംബ്രല്ല ബോർഡിൽ നിങ്ങൾ ഉറപ്പിച്ചു കൊടുക്കുക. ടൈ ദ സ്ട്രിങ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ റോഡ്, pull it out through the hole on the side of the ice cream bowl. അതിനുശേഷം എന്ത് ചെയ്യുക, ആ ഒരു കുടക്കമ്പിയുടെ മധ്യഭാഗത്ത് നൂല് കെട്ടി ഐസ്ക്രീം ബോളിൻ്റെ വശത്തെ ആ ഒരു ഹോളിലൂടെ പുറത്തേക്ക് വലിച്ചിടുക.
Tie a small coconut leaf midrib in the end of the string. Insert the rod fixed with the fan through the hole on the lid of the ice cream bowl. അതിനുശേഷം ആ നൂലിൻ്റെ ആ ഒരു എൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈർക്കിൽ കെട്ടി വെക്കുക. ഫാൻ ഉറപ്പിച്ച കുടക്കമ്പിയിൽ ഐസ്ക്രീം ബോളിൻ്റെ അടപ്പിലെ ആ ഒരു ഹോളിലൂടെ ബോളിനുള്ളിലേക്ക് നിങ്ങൾ കടത്തി വെക്കുക. With the string around the rod, then insert the end of the rod through the hole at the bottom of the ice cream bowl. Pull the end of the string and operate the device. നൂല് മുഴുവൻ കമ്പിയിൽ ചുറ്റിയതിന് ശേഷം നമ്മൾ കമ്പിയുടെ ആ ഒരു എൻഡ് ഐസ്ക്രീം ബോളിൻ്റെ അടിയിലുള്ള ഹോളിലേക്ക് ഇറക്കി വെക്കുക. അതിനുശേഷം നൂലിൻ്റെ ആ ഒരു എൻഡ് എടുത്തിട്ട് ഈ ഒരു ഉപകരണം നിങ്ങൾ വലിച്ചിട്ട് ഒന്ന് പ്രവർത്തിച്ചു നോക്കുക. Observe the movements at each part of the instrument. Placing a smooth bed between the fan and the ice cream bowl will make the rotation even smoother. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്ന മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. അതുപോലെ ഫാനിൻ്റെയും ഐസ്ക്രീം ബോളിൻ്റെയും ഇടയിലുള്ള ഒരു മിനുസുള്ളൊരു ഭാഗം ഉണ്ടായിരിക്കും. അവിടെ ഒരു ബെഡ്സ് ചേർത്ത് കഴിഞ്ഞാൽ ഈ കറക്ക നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഈസി ആക്കാൻ വേണ്ടി പറ്റും. So which are the different types of motion that take place in the different parts of the toy fan, such as rod, fan and string? You discuss with യുവർ ഫൈൻഡേഴ്സ്. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ ആ ഒരു ഫാനിൻ്റെ സ്ട്രിങ്ങിൽ നടക്കുന്ന ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു റൊട്ടേഷൻ മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. അതുപോലെ ഫാനിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് റൊട്ടേഷൻ തന്നെയായിരിക്കും. അതുപോലെ ആ ഒരു റോഡ് അല്ലെങ്കിൽ സ്ട്രിങ്ങിൻ്റെ എങ്ങനെയായിരിക്കും, അതൊരു സ്ട്രെയിറ്റ് മൂവ്മെൻറ്റും ആയിരിക്കും. വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് ദ മോഷൻ ദാറ്റ് ഒക്കെയർ വെൻ എ ടോയ് കാർ മൂവ്സ്? അവിടെ ടോയ് കാർ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അവിടെ അതിന് നടക്കുന്ന ആ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ആ ഒരു കാറിൻ്റെ അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടെണ്ണം എന്താണ്, റൊട്ടേഷനും ആയിരിക്കും. അതുപോലെ സ്ട്രിങ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റുമായിരിക്കും. വാട്ട് ടൈപ്സ് ഓഫ് മോഷൻ ഒക്കേഴ്സ് ഇൻ ദ വീൽസ്? വാട്ട് ഈസ് ദ ടൈപ്സ് ഓഫ് മോഷൻ ഓഫ് ദ കാർ വെൻ ദ വീൽസ് മൂവ്? ഇപ്പോൾ ഒരു കാർ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ്, അതിൻ്റെ വീൽസിൽ നടക്കുന്നത് എന്താണ്, ഒരു റൊട്ടേഷൻ മൂവ്മെൻ്റ് ആയിരിക്കും. കാറിന് എങ്ങനെയായിരിക്കും, ഒരു സ്ട്രെയിറ്റ് മോഷനും ആയിരിക്കും. ദെൻ ഫോഴ്സ് ആൻഡ് മോഷൻ എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. ഫോഴ്സും മോഷനും എങ്ങനെയൊക്കെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. വാട്ട് മസ്റ്റ് ബി ഡൺ ടു മൂവ് ആൻഡ് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്? ഒരു സാധനം റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ നമ്മളത് മൂവ് ചെയ്യിക്കാൻ നമ്മൾ എന്ത് കൊടുക്കണം, നമ്മളൊന്ന് പുഷ് ചെയ്യണം അല്ലേ. ടേക്ക് എ നോട്ട്ബുക്ക് ഓൺ ദ ടേബിൾ, ഹൗ ക്യാൻ ബി ഇറ്റ് മൂവ്ഡ്? അതെങ്ങനെയാണ്, നമ്മളൊരു ടേബിളിൽ ഒരു പുസ്തകം വെച്ചു, അതിനെ എങ്ങനെ നമുക്ക് മൂവ് ചെയ്യിക്കണം, ഒരു തട്ട് കൊടുത്താൽ മതി അല്ലേ, അത് മൂവ് ചെയ്യും. സോ ഈസ് ഇൻ ഫോഴ്സ് അപ്ലൈ ഡ്യൂറിങ് പുഷിങ് ഓർ പുള്ളിങ്? നമ്മൾ ഒന്നുകിൽ പുഷ് ചെയ്യണം അല്ലെങ്കിൽ പുള്ള് ചെയ്യണം. യു മൈറ്റ് ഹാവ് ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ബോൾ ഇൻ എ ഫുട്ബോൾ മാച്ച്. ഇപ്പോൾ ഫുട്ബോൾ മാച്ച് നടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ബോളിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. ഹൗ ഈസ് ദ ബോൾ മൂവ്ഡ്? എങ്ങനെയാണ് ബോൾ മൂവ് ചെയ്യുന്നത്? കാല് കൊടുക്ക് കിക്ക് ചെയ്യുമ്പോഴാണ് അല്ലേ. ദ ബോൾ മൂവ്സ് അക്കോർഡിംഗ് ടു ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ഈച്ച് പ്ലെയർ ഓൺ ദ ബോൾ. അക്കോർഡിംഗ് ടു ദ ഫോഴ്സ് അപ്ലൈഡ് ദ ബോൾ അണ്ടർഗോസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ. ലെറ്റ്സ് ഡു ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ടു ഒബ്സർവ് ഹൗ ദ ബോൾ മൂവ്സ് അക്കോർഡിംഗ് ടു ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഇറ്റ്. അപ്പോൾ ഒരു ബോൾ മൂവ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫോഴ്സിനനുസരിച്ചാണ്. ഇപ്പോൾ ചെറിയ മൂവ്മെൻ്റാണ്, ചെറിയ ഫോഴ്സാണ് കൊടുക്കുന്നതിന് ചെറുതായിട്ട് മൂവ് ചെയ്യും അല്ലേ, വലിയ ഫോഴ്സ് കൊടുത്താൽ വലുതായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, നമുക്കിതൊന്ന് നോക്കാം. ഇവിടെ എന്താണ്, ഓരോരുത്തരും കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് അല്ലേ. എ ചൈൽഡ് കിക്സ് എ ഫുട്ബോൾ സ്ട്രൈറ്റ് അക്രോസ് ദ ഫ്ലോർ. അപ്പോൾ ഒരു കുട്ടി ഫുട്ബോൾ ആ ഫ്ലോറിന് നേരെയാണ് തട്ടി കൊടുക്കുന്നത്. അനദർ ചൈൽഡ് ഹിറ്റ്സ് ദ ബോൾ വിത്ത് മോർ ഫോഴ്സ് ആൻഡ് ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ. അപ്പോൾ അടുത്ത കുട്ടി ചെയ്യുന്നത് എന്താണ്, ബോൾ തട്ടിയിട്ട് അതിൻ്റെ ഡയറക്ഷൻ മാറ്റുകയാണ് ചെയ്യുന്നത്. എ തേർഡ് ചൈൽഡ് കിക്സ് ദ ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഫുട്ബോൾ അപ്വേർഡ്സ്. പക്ഷെ മൂന്നാമത്തെ കുട്ടി ചെയ്യുന്നത് അതെന്താണ്, അത് ഫുട്ബോളിനെ ഫാസ്റ്റ് മൂവിങ് ഫുട്ബോളാണ് ചെയ്യുന്നത് അല്ലേ. ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ത്രൂ ദ എയർ. അതെന്താണ്, ഇതെല്ലാം എവിടെയാണ് നടക്കുന്നത്, എയറിലാണ് നടക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് ബൈ അപ്ലൈയിങ് ഫോഴ്സ് ഓൺ ദ ബോൾ ദാറ്റ് ദ ബോൾ അണ്ടർഗോസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അനുസരിച്ച് ഓരോ ബോളിനും ഓരോ രീതിയിലാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്. ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദ ബോൾ ഇൻ ഈച്ച് സിറ്റുവേഷൻ. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും എങ്ങനെയൊക്കെയാണ് ബോൾ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് വി അപ്ലൈ ഫോഴ്സ് നോട്ട് ഓൺലി ടു മൂവ്മെൻറ്റ് ദ ബോൾ ബട്ട് ഓൾസോ ടു ചേഞ്ച് ദ ഡയറക്ഷൻ. നമുക്ക് എന്ത് ചെയ്യാം, ഫോഴ്സ് മാറ്റിയിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് മാത്രമല്ല അതിൻ്റെ ഡയറക്ഷനും കൂടെ മാറ്റാം അല്ലേ. ഇപ്പോൾ ഇവിടെ കുട്ടി ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡയറക്ഷനും കൂടെ മാറ്റിയിട്ടാണ് ബോൾ നമ്മൾ കാലിട്ട് അങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പൊസിഷനും മാറ്റാം, അതുപോലെ തന്നെ ഡയറക്ഷനും മാറ്റാൻ വേണ്ടി പറ്റും. വാട്ട് എ റിലേഷൻഷിപ്പ്
Could you find between the motion and speed of the football are the force applied on it? നമുക്ക് മനസ്സിലായി ഒരു ഫുട്ബോളിൻ്റെ മൂവ്മെൻറ്റും അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ചാണ് നമുക്ക് മനസ്സിലായി. ലെറ്റ്സ് ബ്രിങ് ഇസ് ടു റെസ്റ്റ്. എന്നാൽ നിശ്ചലാവസ്ഥയിൽ നമുക്ക് ആ ബോളിനാക്കാനും വേണ്ടി പറ്റും അല്ലേ. ഇപ്പം പോകുന്ന ബോളാണ്, അതിനെ നമുക്ക് അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റും. ലെറ്റ് എ ചൈൽഡ് റോൾ എ ബോൾ ഓൺ ദ ഫ്ലോർ. ഒരു കുട്ടി പന്ത് തറയിൽ ഇങ്ങനെ ഉരുട്ടി കളിക്കുകയാണ്. ലെറ്റ് അനദർ ചൈൽഡ് ട്രൈ ടു സ്റ്റോപ്പ് ദ ബോൾ. മറ്റൊരു കുട്ടി വന്നിട്ട് ആ ഒരു ബോളിനെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. വാട്ട് ഡിഡ് ദ ചൈൽഡ് അപ്ലൈ ടു സ്റ്റോപ്പ് ദ ബോൾ? അങ്ങനെയാണെങ്കിൽ ആ ബോൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ആ കുട്ടി എന്താ ചെയ്തിട്ടുണ്ടാവുക, അവിടെ പുഷ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും അല്ലേ. So isn't it necessary to apply force to bring moving object to rest also? അപ്പോൾ റെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം, അവിടെ നമ്മൾ ഒരു ഫോഴ്സ് തന്നെ കൊടുക്കണം അല്ലേ. So what aspect regarding force and motion have been discussed so far? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാര്യം മനസ്സിലായിട്ടുള്ളത്, force should be applied to move an object rest to bring moving object to rest. Force need to be applied to change the speed and direction of moving speed. ഇപ്പോൾ ഒരു റെസ്റ്റ് ചെയ്യുന്ന വസ്തുവിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാനും ഇനി മൂവ് ചെയ്യുന്ന വസ്തുവിനെ റെസ്റ്റ് ചെയ്യിപ്പിക്കാനും നമ്മൾ അവിടെ കൊടുക്കുന്നത് എന്താണ്, ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. മൂവ് ചെയ്യുന്ന വസ്തുക്കളുടെ അതിൻ്റെ സ്പീഡിൽ മാറ്റം വരുത്താനും അതിൻ്റെ ഡയറക്ഷനിൽ മാറ്റം വരുത്താനും ഒക്കെ നമുക്ക് ഈ ഒരു ഫോഴ്സ് കൊണ്ട് പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് വൺ മൂവ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. Can different types of motion be utilized in health care? Are we making use of different movements while exercising? ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് മോഷൻസിനെ കുറിച്ച് പഠിച്ചു അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹെൽത്ത് കെയറിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് മൂവ്മെൻറ്റ്സ് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. ഫൈൻഡ് എക്സസൈസ് ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബുക്ക് ദാറ്റ് യൂട്ടിലൈസ് വേരിയസ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ്, പ്രാക്ടീസ് ദം അറ്റ് ഹോം ആൻഡ് സ്കൂൾ. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഒരുപാട് മോഷൻസ് നമ്മൾ ഉപയോഗിക്കുന്ന എക്സസൈസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബുക്ക് നോക്കി കണ്ടുപിടിച്ചിട്ട് അത് സ്കൂളിലും വീട്ടിലൊക്കെ നിങ്ങൾ ചെയ്യാം. നെക്സ്റ്റ് വൺ ഫോഴ്സ് ഹിയർ മൂവ്മെൻറ്റ് ദർ എന്നുള്ളതാണ്. എന്താണ് ഫോഴ്സ് ഇവിടെയും മൂവ്മെൻറ്റ് മറ്റൊരു സ്ഥലത്തുമാണ്. Then can force applied in one place to made available in another place to make movement possible? ഇപ്പോൾ ഒരിടത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സ് മറ്റൊരിടത്ത് എത്തിച്ചിട്ട് അവിടെ ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് നടത്താൻ വേണ്ടി പറ്റുമോ? ആർ ദർ എനി ഇൻസ്ട്രുമെൻറ്റ് വർക്കിംഗ് ഇൻ ദിസ് വേ? ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുമോ? പറ്റുമല്ല. ഏതാണ്, നമ്മുടെ ബൈസിക്കിളാണ്. സോ ലെറ്റ്സ് ടേക്ക് ദ മൂവ്മെൻറ്റ് ഓഫ് യുവർ ബൈസിക്കിൾ. വിച്ച് ആർ ദ പാർട്സ് ഓഫ് യുവർ സൈക്കിൾ ഡിസ്കസ്. അപ്പോൾ ഒരു സൈക്കിളിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്, അതിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പാർട്സ് ഓഫ് ദ സൈക്കിളും ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സുമാണ് നമ്മൾ എഴുതേണ്ടത്. പെഡലിൽ എങ്ങനെയാണ്, റൊട്ടേഷൻ മോഷനാണ് നടക്കുന്നത്. ബിഗ് ഗിയറിൽ നടക്കുന്നത് റൊട്ടേഷൻ മോഷനാണ്. സ്മോൾ ഗിയറിൽ നടക്കുന്നത് റൊട്ടേഷൻ മോഷനാണ്. ചെയിനിൽ നടക്കുന്നത് ലീനിയർ മോഷനും സർക്കുലർ മോഷനുമാണ്. വീൽസിലാണെങ്കിൽ റൊട്ടേഷൻ മോഷനും ലീനിയർ മോഷനും നടക്കുന്നുണ്ട്. വൈ സൈക്ലിംഗ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദ പെഡൽ ഓഫ് ദ സൈക്കിൾ. ഇപ്പോൾ നമ്മൾ സൈക്കിൾ ഓടിക്കുമ്പോൾ അവിടെ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് എവിടെയാണ്, അതിൻ്റെ പെഡലിലാണല്ലേ. വിച്ച് പാർട്ട് ഈസ് മൂവ്ഡ് ബൈ ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ പെഡൽ. അപ്പോൾ നമ്മൾ പെഡലിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഫോഴ്സ് എവിടെയാണ് അതിൻ്റെ മൂവ്മെൻഷൻ നടക്കുന്നത്? ഹൗ ഡസ് ഇറ്റ് മൂവ് ദ ടു വീൽസ് ആൻഡ് ദർ ബൈ ദ ബൈസിക്കിൾ. അപ്പോൾ അതിൻ്റെ മൂവ്മെൻഷൻ നടക്കുന്നത് എവിടെയാണ്, അതിൻ്റെ വീൽസിലാണ്. അതായത് ഇങ്ങനെയാണ്. വെൻ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദ പെഡൽ ഇറ്റ് ഈസ് ക്യാരിഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ത്രൂ ദ ചെയിൻ. ദ ബിഗർ ഗിയർ കണക്റ്റഡ് ടു ദ പെഡൽ ടേൺസ് ആൻഡ് ദിസ് മേക്സ് ദ സ്മോളർ ഗിയർ അറ്റ് ദ ബാക്ക് വീൽ റൊട്ടേറ്റ്. ഇൻ ദിസ് വേ ദ force is transferred to the rear wheel which moves the bicycle forward. അപ്പോൾ പെഡലിൽ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ചെയിൻ വഴി പോകും. പെഡലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഗിയർ ഉണ്ടായിരിക്കും, അതാണ് അവിടെ തിരിയുന്നത്. ഇതെന്ത് ചെയ്യും, അതിൻ്റെ സെക്കൻഡ് ഗിയറിലേക്ക് അഥവാ സ്മോളർ ഗിയറിലേക്ക് പോയിട്ട് അതിനെയും കൂടെ കറങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കും. ഈ രീതിയിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ ആ ഒരു വീല് കറങ്ങുന്നതും സൈക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നതും. You have understood that the force applied in the one place can be brought to another place to make the movement possible. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി, നമ്മൾ ഒരു സ്ഥലത്ത് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ മാത്രമല്ല അതിന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ബെൽറ്റ്, ഗിയർ, ആക്സിലസ് എക്സെട്ര ആർ മേ യൂസ് ഇൻ വെഹിക്കിൾസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ദിസ് പർപ്പസ്. ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി യൂട്ടിലൈസിങ് ദിസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ബെൽറ്റ് അതുപോലെ ഗിയർ ഇതൊക്കെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടാക്കി
മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെയ്തു നോക്കാം. വുഡൻ ബ്ലാങ്ക്, 4 പ്ലാസ്റ്റിക് ലിഡ്സ്, സ്മോൾ പ്ലാസ്റ്റിക്, നെയിൽസ് 4, നെയിൽ 4 റബ്ബർ പാൻറ് 3. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. Take one lid from the same sized plastic lid, fix it on the wooden blank using a nail as shown in the picture so that the lid can rotate freely. അപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വുഡൻ എന്തെടുക്കാം, വുഡൻ പ്ലാങ്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരേ വലിപ്പമുള്ള പ്ലാസ്റ്റിക് ലിഡ് വെച്ചിട്ട് ഈ എ എന്നൊക്കെ എഴുതിയിട്ടില്ല അവിടെ നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ സ്വതന്ത്രമായിട്ട് തിരിയുന്ന രീതിയിൽ നമ്മൾ ഉറപ്പിച്ചു കൊടുക്കുക. സിമിലർലി അറേഞ്ച് ദ അതർ 3 പ്ലാസ്റ്റിക് ലിഡ്സ് ബി സി ഡി ഇൻ എ ഫ്രീലി റൊട്ടേറ്റീവ് മാനർ യൂസിങ് നെയിൽസ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ബി സി ആൻഡ് ഡി ആർ ടു ബി അറേഞ്ച്ഡ് ആസ് എ സ്പെസിഫിക് ഡിസ്റ്റൻസ് ഫ്രം എ. അപ്പോൾ ഇത് മറ്റ് 3 പ്ലാസ്റ്റിക് അടപ്പുകൾ ബി സി ഡി എന്ന് പറയുന്നത് ആണി ഉപയോഗിച്ച് സ്വതന്ത്രമായി തിരിയുന്ന രീതിയിൽ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എയിൽ നിന്ന് നിശ്ചിത അകലം വരുന്ന രീതിയിൽ വേണം ബി സി എന്നിവ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ദെൻ പാസ് എ റബ്ബർ പാൻറ് ഫ്രം എ ടു ബി ആൻഡ് റൊട്ടേറ്റ് ദ ലിഡ് എ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു റബ്ബർ പാൻറ് എടുത്തിട്ട് എയിൽ നിന്നും ബിയിലേക്ക് ക്രമീകരിച്ചിട്ട് ഒരു അടപ്പ് നിങ്ങൾ ഉറപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, സിമിലർലി റിപ്പീറ്റ് ദ ആക്ടിവിറ്റി ബൈ അറേഞ്ചിങ് ദ റബ്ബർ പാൻറ് ടു സി ആൻഡ് ഡി. അതേപോലെ തന്നെ 2 സിയും ഡിയും ഒക്കെ ഇതേപോലെ തന്നെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കമ്പയർ സ്പീഡ് ഓഫ് റൊട്ടേറ്റിംഗ് മോഷൻ ഓഫ് ലിഡ് ബി, സി ആൻഡ് ഡി each case, which one is faster, which one is slower. അതിനുശേഷം നമ്മൾ ഇതിനെ കറക്കി കൊടുക്കുക. അപ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ കറങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. Is there any difference in the speed of movement when the same sized lid A, C are rotated? What is your interference? Discuss and write. അപ്പോൾ ഒരേ വലിപ്പമുള്ള അടപ്പുകളാണ് എ സി എന്ന് കറങ്ങുമ്പോൾ അവിടെ ചലനത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ when A rotates once, A ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ C rotate once, സി ഒരു പ്രാവശ്യം തന്നെ കറങ്ങും. ബി എന്ന് പറയുന്നതും ഒരു പ്രാവശ്യം കറങ്ങും. പക്ഷേ ഡി എന്ന് പറയുന്നത് കൂടുതൽ തവണ റൊട്ടേറ്റ്സ് മോർ ദാൻ വൺസ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് റൊട്ടേറ്റിംഗ് എ സ്മോളർ വീൽ യൂസിങ് എ ബിഗർ വീൽ ഇൻക്രീസിംഗ് ദ സ്പീഡ് ആൻഡ് റൊട്ടേറ്റിംഗ് എ ബിഗർ വീൽ യൂസിംഗ് എ സ്മോളർ വീൽ ഇൻക്രീസസ് ദ സ്പീഡ്. ഗിയർ ആർ യൂസ്ഡ് ഇൻ വെഹിക്കിൾസ് ഇൻ ദ സെയിം മാനർ. ഇൻ ബൈസിക്കിൾ ഓൾസോ ബിഗർ ഗിയർ ഈസ് യൂസ്ഡ് ടു റൊട്ടേറ്റ് ദ സ്മോളർ ഗിയർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ, വലിയ വീൽ എന്ന് പറയുന്നത് ഉപയോഗിച്ച് ചെറിയ വീലിൽ നമ്മൾ കറക്കുമ്പോൾ അതെന്താണ്, വേഗത കൂടുമെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിന് അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ വണ്ടികളിലൊക്കെ എന്തുപയോഗിക്കുന്നത്, ഇതേപോലെ ബിഗർ വീലും സ്മോളർ വീലും ഒക്കെ ഉപയോഗിക്കുന്നത്, ഗിയറൊക്കെ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം. ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ഗിയർ ആർ ഇൻവേറ്റബിൾ പാർട്സ് ഓഫ് ദ ഫംഗ്ഷനിങ് ഓഫ് വെഹിക്കിൾസ് ആൻഡ് മെഷീനറി. അപ്പോൾ ഈ മെഷീനറീസ് വണ്ടികളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം, ഇത്തരത്തിലുള്ള ഗിയറുകൾ ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഗിയർ സിസ്റ്റം വീൽസ് ഓഫ് ഡിഫറെൻറ്റ് സൈസ് ആർ യൂഷ്വലി യൂസ്ഡ്. അപ്പോൾ ഗിയർ സിസ്റ്റത്തിൽ തന്നെ ഡിഫറെൻറ്റ് സൈസിലുള്ള വീൽസ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എല്ലാം ഒരേ രീതിയിലല്ല ഉപയോഗിക്കാറുള്ളത്. ദിസ് സിസ്റ്റം ആർ യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ദ സ്പീഡ്. ഇതെന്തിനാണ്, സ്പീഡ് കൂട്ടാനും കുറക്കാനും വേണ്ടിയിട്ടാണ്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. വിച്ച് സിസ്റ്റം ഷുഡ് ബി യൂസ്ഡ് ടു ഡിക്രീസ് ദ സ്പീഡ്, വിച്ച് വൺ ഫോർ ഡിക്രീസിങ് ദ സ്പീഡ്. അപ്പോൾ ഇതിൽ ഏതാണ് വേഗത കൂട്ടാൻ ഉപയോഗിക്കുന്നത്? ഇവിടെ നോക്കൂ, ഇവിടെ പിക്ചർ എ എന്ന് പറയുന്നതാണ് ഡിക്രീസ് ദ സ്പീഡ്, സ്പീഡ് കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ബി എന്ന് പറയുന്നത് ഇൻക്രീസ് ദ സ്പീഡാണ്, സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വി ലീവ് ഇൻ എ ഡൈനമിക് വേൾഡ്. നമ്മൾ എവിടെയാണ്, ഒരു ഡൈനമിക് വേൾഡിലാണ് ജീവിക്കുന്നത്. ഓൾ ബോഡ്ലി പ്രോസസ് ഇൻവോൾവ് സം ഫ്രം ഓഫ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്, ചിലത് എന്ന് പറയുന്നത്, ചില പ്രക്രിയകൾ എന്ന് പറയുന്നത് അതിൻ്റെ ചലനം എന്ന് പറയുന്നത് വളരെ വേഗത്തിലായിരിക്കും, ചിലത് ചെറുതായിട്ടായിരിക്കും. മൂവ്മെൻറ്റ് മേ ബി ഫാസ്റ്റ് ഓർ സ്ലോ. യു ഹാവ് ലേൺ ദാറ്റ് ഫോഴ്സ് ഷുഡ് ബി അപ്ലൈഡ് ടു മൂവ് ഒബ്ജെക്ട്സ്, ചേഞ്ച് ദ ഡയറക്ഷൻ ആൻഡ് സ്റ്റോപ്പ് മൂവിങ് ഒബ്ജെക്ട്സ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിലും അതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും എന്ത് വേണം, നമ്മൾ അവിടെ കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കണം. യു ഹാവ് ഓൾസോ അണ്ടർസ്റ്റുഡ് ഹൗ ഫോഴ്സ് അപ്ലൈഡ് ഇൻ വൺ പ്ലേസ് ഈസ് ട്രാൻസ്ഫർ ടു അനദർ പ്ലേസ് ടു മേക്ക് മോഷൻ പോസിബിൾ. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഒരു ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേറൊക്കെയാണ് അവിടെ മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി. യു വിൽ ലേൺ മോർ അബൌട്ട് മോഷൻ ആൻഡ് ഫോഴ്സ് ഇൻ ഹയർ ക്ലാസ്സസ്. ഇനിയും മോഷൻസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് ഹയർ ക്ലാസ്സസിൽ പഠിക്കാം. നമുക്കിപ്പോൾ 6th ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഇതിലെ ലെറ്റ്സ് അസസ് എന്നുള്ള ആക്ടിവിറ്റീസ് ആണ്. പാഠഭാഗം കഴിഞ്ഞു. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ആർ ട്രൂ, കണക്ട് ദ റോങ് വൺസ്. ഇവിടെ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്, റോങ് വൺസ് എന്ത് ചെയ്യണം, നമ്മൾ റൈറ്റ് ചെയ്തിട്ട് എഴുതുകയും വേണം. ഫസ്റ്റ് വൺ,
ഫോഴ്സ് അപ്ലൈഡ് മസ്റ്റ് ബി ഫോഴ്സ് മസ്റ്റ് ബി അപ്ലൈഡ് ടു ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. അതെന്താണ്, ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതെന്താണ്, അവിടെ അതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ. സെക്കൻഡ് വൺ, ഗിയേഴ്സ് ആർ യൂസ്ഡ് ഓൺലി ടു ഡിക്രീസ് സ്പീഡ്. ഗിയേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഇൻക്രീസ് സ്പീഡിന് വേണ്ടിയിട്ടാണോ? അല്ല, ഗിയേഴ്സ് ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് സ്പീഡ് എന്നുള്ളതാണ് അവിടെ കറക്റ്റ് വരുന്നത്. C1, all objects on the earth that are assumed to be at rest are moving along with the earth. ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യും, റെസ്റ്റ് ആണെന്ന് വിചാരിക്കുന്ന പല വസ്തുക്കളും ഭൂമിയോടൊപ്പം അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. ഡി, ദ ടേണിംഗ് ഓഫ് ദ ഹാൻഡ് ഓഫ് ദ ക്ലോക്ക് ഈസ് ലീനിയർ മോഷൻ. എന്താണ്, ക്ലോക്കിനെ സൂചി തിരിയുന്നത് ലീനിയർ മോഷൻ ആണ്. അവിടെ ശരിയാണോ? അല്ല. ദ ക്ലോക്ക് ടേണിംഗ് ഓഫ് ദ ഹാൻഡ് ഓഫ് ദ ക്ലോക്ക് ഈസ് ലീനിയർ മോഷൻ എന്നല്ല, ഈസ് എ റൊട്ടേഷൻ ഓർ സർക്കുലർ മോഷൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പം അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. Second question, examine the given movements. Is there a different movement among these? Why? ഇവിടെ എന്താണ്, കുറച്ച് മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരേ മൂവ്മെൻ്റ് ആണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ, മോഷൻ ഓഫ് എ സിങ്ക് എന്ന് പറയുന്നത് ഓക്സിലേഷൻ ആണ്. മോഷൻ ഓഫ് എ ക്രാഡിൽ എന്ന് പറയുന്നത് ഓക്സിലേഷൻ ആണ്. മോഷൻ ഓഫ് എ പെൻഡുലം ഓഫ് എ ക്ലോക്ക് എന്ന് പറയുന്നത് ഓക്സിലേഷൻ ആണ്. മോഷൻ ഓഫ് എ പ്രോങ്സ് ഓഫ് എ ടേണിംഗ് ഫോക്സ് എന്ന് പറയുന്നത് വൈബ്രേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ, എ സ്ട്രൈറ്റ് ലൈൻ ഈസ് ഡ്രോൺ യൂസിങ് എ സ്കെയിൽ. ഒരു സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ലൈന് വരക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഷൻ ഈസ് സിമിലർ ടു ദ മോഷൻ ഓഫ് ദ പെൻ അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ആ പെന്നിൻ്റെ മോഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മോഷൻ അല്ലെങ്കിൽ സെയിം മോഷൻ എന്ന് പറയുന്നത് ഏതാണെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒന്നാമത്തെ എന്താണ്, മൂവ്മെൻറ്റ് ഓഫ് വൈപ്പർ ഓഫ് വെഹിക്കിൾസ്. വെഹിക്കിൾസിലെ വൈപ്പർ മൂവ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. അതിന് നമ്മൾ ഓക്സിലേഷൻ എന്നാണ് പറയുന്നത്. മൂവ്മെൻറ്റ് ഓഫ് എ കോമ്പസ് വൈ ഡ്രോയിങ് എ സർക്കിൾ. ഒരു സർക്കിൾ വരക്കുമ്പോഴുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്, അത് സർക്കുലർ മൂവ്മെൻ്റ് ആണ്. മൂവ്മെൻറ്റ് ഓഫ് എ ലിഫ്റ്റ്. ഒരു ലിഫ്റ്റ് പോകുന്നത് എങ്ങനെയുള്ള മൂവ്മെൻ്റ് ആണ് കൂട്ടുകാരെ, ലിഫ്റ്റ് പോവുക എന്ന് പറയുമ്പോൾ അത് നേരെ താഴേക്ക് വരും, നേരെ മേലേക്കും പോകും അല്ലേ. അത്രയും ചെയ്യുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷൻ അനുസരിച്ചായിരിക്കും. നമുക്ക് താഴേക്കാണെങ്കിൽ നേരെ താഴേക്ക് പോകും. അപ്പോൾ അതെന്താണ്, ഒരു സ്ട്രെയിറ്റ് മൂവ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്, സ്ട്രെയിറ്റ് മോഷനാണ് നടക്കുന്നത്. ഇനി ഒരു സ്കെയിൽ വെച്ചിട്ട് പെന്നും ഇങ്ങനെ വരക്കുകയാണെങ്കിൽ അവിടെയും നടക്കുന്നത് സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പാഠഭാഗം. എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത പാഠഭാഗമാണ് നോക്കാനുള്ളത്. ലാസ്റ്റ് ചാപ്റ്റർ 9th one, ബെറ്റർ ലൈഫ് സ്റ്റൈൽ ഫോർ എ ബ്രൈറ്റർ ടുമോറോ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.